അപ്പൊ എല്ലാരും പങ്കെടുത്തിട്ടുണ്ട്. അടിപൊളി വിഷയം എങ്ങനെയുണ്ട്? ഹാപ്പി അല്ലേ? അപ്പൊ എല്ലാരും ഉണ്ട്, എല്ലാ ടീംസും ഉണ്ട്. അപ്പൊ ഒരു ഹാപ്പി വിഷയം എല്ലാരും പറ. ഹാപ്പി അപ്പൊ ഇതൊക്കെ ഞാൻ പറയുന്ന വെച്ചാൽ അതുൽ രാജ അടുത്ത പ്രാവശ്യത്തെ വിഷുവിന് ഓണത്തിലേക്കോ ഇപ്പം തന്നെ നിങ്ങളെ ക്ഷണിച്ചിക്കാം. അപ്പൊ എന്തായാലും ബൈ. എന്നാ അടിപൊളി വിഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പൊളിയായിട്ട് വിഷു ആഘോഷിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സംശയമായിരിക്കും. കാരണം അടിപൊളി അത്ര അതില പ്രത്യേകം എന്നാ പറയണ്ടേ, അടിച്ച് പൊളിച്ച് നിങ്ങൾ രണ്ടു വകില്ല. ഞങ്ങൾക്ക് ഈ പ്രാവശ്യത്തെ ഒരു വിഷു കാരണം ഒരു പ്രത്യേകം എടുത്തു പറയേണ്ടതാ. കാരണം ഇത്രയും ബ്ലോഗേഴ്സ് സോഷ്യൽ മീഡിയ കൂടി പരിചയപ്പെട്ട ഒരുപാട് പരസ്പരം അറിയാത്തവർ ഒരുമിച്ചിരുന്ന ഒരു വിഷു സദ്യ, അതും എന്താ പറയണ്ടേ നാവിന് രുചിയായിരുന്ന വിഷു സദ്യ ഒരുക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഈ വീട്ടിലേക്ക് ക്ഷണിച്ചത്. ഒരുപാട് സന്തോഷമുണ്ട്. ഇതുപോലെ എന്നും ഇവർക്ക് ഒരുപാട് വിഷുകൾ ആഘോഷിക്കാനോ ഞങ്ങളെ ക്ഷണിക്കാനല്ലോ പറ്റട്ടെ. അപ്പൊ വിഷു സദ്യ കഴിച്ചേ ഒന്നും പറയണ്ട, ഉറപ്പ് വെക്കുന്നുണ്ട്. അത്രയും സാധനം എന്നെ കൊണ്ട് തിന്നിട്ട് കഴിച്ചാലല്ലോ. അല്ല, വിഷു സദ്യ എന്ന് പറയുമ്പോ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്. എൻ്റെ അമ്മമാരോട് ആരാണ് ഉണ്ടാക്കിയത്, നല്ല ടേസ്റ്റ് ഉണ്ട്, ഞങ്ങൾ ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊരു വിഷു ഞങ്ങൾക്ക് ഇങ്ങനെ സദ്യ തരുത്തു, ഇതുപോലെ ഒരുമിച്ചിരുത്തിയതിനു ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും ഒരുപാട് വർഷം വളരെ സന്തോഷം. അതാ വേണ്ടേ. അപ്പൊ ഇതാണ് റിയൽ സ്റ്റോറി കേരള. അപ്പൊ അതുൽ രാജിനും കുടുംബത്തിനും മുഞ്ചൻ സിറാജിന്റെയും ഈ കാണുന്ന സിറാജ് നാദാപുരത്തിന്റെയും അപ്പൊ അതുൽ രാജിനും കുടുംബത്തിനും മുഞ്ചൻ സിറാജിന്റെയും എല്ലാ നല്ല സദ്യ കിട്ടിയിട്ടുണ്ട്. എന്താ പഞ്ച ഇനി എന്ത് പറയാനാ, ശരിക്കും അട്ടാഴ്ച വന്ന സദ്യ തന്നെ. അട്ടാച്ചേക്ക് ഓണത്തിനും കൂടി ക്ഷണിക്കണം എന്നാ പറയുള്ളത്. അലറിപ്പേക്ക് സൂപ്പർ വീഡിയോയിലോട്ടേ. അപ്പൊ എന്തായാലും എല്ലാവരും ഒന്ന് എന്താ പറയാ, എനിക്ക് സന്തോഷമുണ്ട് നിങ്ങൾ എല്ലാവരും പങ്കെടുത്തതിൽ. ഞാൻ അത്ര ഹാപ്പിയാണ്. എല്ലാവരും ഇവിടെ വന്നല്ലേ നമ്മൾ വിളിച്ചേരെ. അതിലെന്തായാലും നിങ്ങളോടല്ല ഒരുപാട് നന്ദി. ഹാപ്പി ആയിട്ട് പോട്ടെ എല്ലാവരും അല്ലേ? ഓക്കെ, എന്നാൽ എല്ലാവരും ഹാപ്പി ജാനേച്ചി വരുന്ന എല്ലാവരും കാത്തേക്കുന്നത്. ഭയങ്കര സൗണ്ടാ. ഏതാ സാധനായി പേപ്പർ വായിക്കുന്നുണ്ടോ പടക്കോ? ഇത് പേപ്പർ വായിക്കുന്നുണ്ടോ പടക്കോ? ഇത് ഇച്ചക്കറിയാലോ. ഏടാടോ ഇത്തക്കാലം വലിയ പണിയെടുത്ത് വെച്ചിട്ട് അടുത്ത വിഷുവിനൊക്കെ വൈറലാകാൻ സാധ്യത. ഔട്ടായി പോയി. അതിന്റെ ബാഗിൽ തീ പിടിച്ചു, അല്ലാണ്ട് തീ പിടിച്ചു പൊട്ടു. നോക്ക് നോക്കി മൊഞ്ചെല്ലാം നോക്കി ഇനിയൊരു സ്ഥലം ഇല്ല അതിന്റെ അപ്പുറം. അതിന്റെ പവർ കാറ്റ് അതാ കത്തിപ്പോയി സാറിനാ. അതാ കലക്ക സാറാട്ടാ. ഈ കൊറേ നിന്നാ സമയം കഴിഞ്ഞു. വാ പഴം നെയ്യ് എങ്ങനെയുണ്ട് നിങ്ങളെ അഭിപ്രായം എന്നാ? സൂപ്പറാക്കി ചോദിച്ചു
പൊട്ടിക്കല പള്ളയിലുള്ള ചോറൊന്നങ്ങ് താണു വയ്ക്കും. കിട്ടുന്ന സാറല്ലേ എല്ലാരും ഒരുമിച്ച് എത്തിയെന്നേ കേട്ടാ. ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായി അല്ലേ? നിങ്ങളെ ഐഡിയ ഭയങ്കര ഐഡിയ ആയി. ഇതാ ഒരു വൈബായിട്ടാ. മറ്റേ നമുക്കൊരു വൈബ് കൂട്ടി വരും. പക്ഷെ 2-3 ആൾക്കാർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഒന്ന് റാഫി, ഒന്ന് റാഫി അതൊക്കെ കൊത്ത്. റാഫിന്റെ ഇരുത്ത മറ്റേ ആളെ നോക്കിയോ ഇതാ ഒരുത്തരുന്ന അന്തരും ഇല്ല മൊഞ്ചനാടാ കുടുങ്ങിയെന്നൊക്കെ. ഇതില് മൊഞ്ചനാ ശരിക്കും ഇരുന്നിട്ട് നല്ലൊരു ഇത് ഏത് കോലത്തിലിരിക്കും. വാരി കൊടുക്കുന്ന മൊഞ്ചൻ. ഇവിടെ ഫുള്ള് ഷൂട്ട് ചെയ്തല്ലേ. ഇത് ട്രാഫിക് കയറണോടെ എറിഞ്ഞോട്ടിക്ക് അമ്മേ കളിക്കുന്ന കളി. ഇവര് നിലത്തിരുന്നിട്ട് മാത്രം കഴിക്കും. അതാ ടേബിളിന്റെ മുകളിൽ ഇരിക്കൂല എന്ന് അവര് പറയുന്നത്. എപ്പാന്ന് വരുവാ? വെൽക്കം സാർ, വെൽക്കം. നമ്മുടെ നായകൻ സാറിന് ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഒരു ഏരിയ തീർത്ത് കൺട്രോൾ ചെയ്യുന്നത് നാദാ ഒരു ഏരിയ. ടാക്സി നിങ്ങളെല്ലാം ഉപയോഗിക്കണം. വെയിറ്റ് ചെയ്യുന്നുണ്ട് കാണാൻ. അമ്മ ഭയങ്കര ഫാനാ. ഗിഫ്റ്റിനെ കൊണ്ടുവന്ന് കണ്ടോ? ചെറിയൊരു സമ്മാനം അങ്ങനെ സന്തോഷമായി അമ്മ കണ്ടേ? വളരെ വളരെ സന്തോഷം. നിങ്ങളിങ്ങനെ കൊറേ ആയി മൊഞ്ചം അതന്നെ. അമ്മേന്റെ ഭയങ്കര ആഗ്രഹം നിങ്ങളെ കാണാൻ. ഇവര് കുറെ ആയല്ലോ അല്ലിങ്ങനെ മൊഞ്ചം കേട്ടിട്ട് കാണണം പറഞ്ഞു. അപ്പൊ ഇപ്പൊ കണ്ടതാ. കണ്ടിട്ട് ഇവർ പറയുന്നത് കേട്ടാ മയ്യനും മോനെ കാണണ്ടേ. കാണണ്ടേന്ന് പറയുന്നത്. ഓക്കെ.